രാധേ 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 ആ ഇത് ആരൊക്കെ ഇത് ഗോമതിയെ കണ്ട് കുറെ നാളായല്ലോ. വാ ഇരിക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. മൂത്ത മോളുടെ പ്രസവത്തിന് പോയതായിരുന്നു. ആ അതാണ് ചേട്ടൻ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു. രാജനില്ലേ? ഇല്ല, പുറത്തു പോയേക്കാ. ഞങ്ങൾ വന്നതേ ഇളയ മോളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിട്ടാണ്. ഓ അത് ശരി. എവിടെന്നാ ചെക്കൻ? എവിടെന്നാ? കിളിമാനൂരിന്നാണ്. അവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെയാണ് ചെറുക്കന് ജോലി. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അപ്പോ ചേട്ടൻ അവിടെ പോയി അന്വേഷിച്ചപ്പോ നല്ല ചുറ്റുപാടാണ്. പിന്നെ ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ കൈപിടിച്ചു കൊടുക്കുന്നത്. അതെ അതെ, കുടുംബമൊക്കെ കൊള്ളാം കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ അതൊക്കെയല്ലേ വേണ്ടത്. ആ ഇതാരും രേണുവിന്റെ അമ്മയോ? കല്യാണം വിളിക്കാൻ മോളെ നിനക്കറിയായിരുന്നോ? ആ ഞാൻ അമ്മോട് പറഞ്ഞില്ലായിരുന്നോ? അല്ലല്ല, ഞാൻ നിമിഷനോടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ മോളെ. ഇതെന്തിനാ എനിക്ക് പ്രത്യേകം? അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, മതി. ഓ ആയിക്കോട്ടെ. അല്ല മോളെ, നിന്റെ തീരുമാനം എന്താ? കല്യാണമൊന്നും കഴിക്കണ്ടേ? അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ആന്റി? വരുന്നവർക്കൊക്കെ ചായയും മിച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എന്റെ നിറം മാത്രം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. മോള് ജോലി ചെയ്യുന്ന കടയിലുണ്ടാവില്ലേ കൊള്ളാവുന്ന നല്ല പയ്യന്മാര്, അവരെ അങ്ങ് പ്രേമിച്ച് കെട്ട്. അതിന് പോലും എന്നെ ആർക്കും വേണ്ട ആന്റി. അതൊക്കെ മോളുടെ തോന്നലാണ്. ശരി അമ്മ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ അമ്മ. ശരി. എന്ത് പറയാനാ ഗോമതി, എത്ര ആലോചന വരുന്നതാ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇപ്പൊ അതേ ചെറിയ ആൾക്കും കല്യാണ ആലോചന വന്നു തുടങ്ങി. അവളിപ്പോ എന്ത് ചെയ്യുന്നു? അവള് PG കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് കോളേജ് പഠിപ്പിക്കാൻ പോവാ. ഓ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. അതെ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പിള്ളേരെ പ്രായമൊക്കെ അങ്ങനെ കൂടി കൂടി പോവാ. സമാധാനിക്കാതമ്മേ, എല്ലാം ശരിയാവും. നമുക്കിറങ്ങാം. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ കല്യാണ തലേന്ന് തീർച്ചയായിട്ടും എല്ലാവരും ആയിട്ട് വരണം. കല്യാണത്തിന്റെ അന്ന് മറുവീടിനും പങ്കെടുക്കണം. എല്ലാവരും വരണം. രാജനോട് പ്രത്യേകം പറയണം. രാജേട്ടനെ മക്കളെ കൂട്ടിട്ട് തലേന്ന് തന്നെ എത്തണേ. ശരി ശരി. ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഞാൻ ജോലിക്കായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴേ സാധനം എടുക്കാൻ പോയിട്ടുള്ളേ. തന്നെ അവരോട് വെൽഡറുണ്ടല്ലോ, അവനാണെങ്കിൽ വന്നിട്ടില്ല. നീ എവിടെ പോയിരുന്നു? ഞാനേ ഹോസ്പിറ്റലിൽ വരെ പോയതാ, എന്റെ കാലിന്റെ വെരിക്കോസ് ഒന്ന് കാണിക്കാൻ. അവിടെ ചെന്നപ്പോ അവര് പറയുന്ന ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എനിക്കാണെങ്കിൽ അത് പേടിയാ. എന്തിനു പേടിക്കുന്നത്? എടി, ഓപ്പറേഷൻ ചെയ്താൽ തീരുമെന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. തന്നെയല്ലേ നീ വേദന ജീവിക്കേണ്ട വല്ല കാര്യമുണ്ട്? അതൊക്കെ വീഡിയോ കേട്ടാ, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരായിരിക്കുമായിരുന്നു. പിന്നെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. എവിടെ? ആറ്റിങ്ങളിൽ നിന്നാ. ചെറുക്കനെ വില്ലേജ് ഓഫീസറാ. എന്നാ നീ അവരോട് പെണ്ണ് കാണാൻ വരാൻ പറ. വരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ നിമിഷയെ കാണിക്കാനാ കൊണ്ടുവരുന്നത്. നിമിഷയെ കാണിക്കാനോ? എന്തൊന്നായി പറയുന്നത്? ചേച്ചി നിൽക്കുമ്പോഴാണ് അനിയത്തി കാണിക്കുന്നത്. ഞാൻ എത്ര ആലോചന കൊണ്ടുവരുന്നതാ, അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? അങ്ങനെ പറഞ്ഞ അങ്ങനെ എന്റെ മോൾ ഇത്തിരി ഇരുണ്ടതാണെന്ന് വെച്ച് ആരും അങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കണ്ട. വരുന്നവരൊക്കെ ചോദിക്കുന്നു വെളുത്ത പെമ്പിള്ളാരില്ലയോന്ന്. ഞാനിപ്പോ എന്തോ പറയേണ്ടത്? ആർക്കും വേണ്ടെങ്കിലേ എന്റെ മോൾ എന്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. ഇതേ നല്ലൊരു കുടുംബക്കാരെ വേണ്ട ഞാൻ മുൻകൈ എടുത്തത്. നല്ലൊരു സർക്കാർ ജോലിക്കാരനെ കിട്ടിയാലേ കുളിക്കുവോ? എനിക്ക് വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ശരി, വീട്ടിൽ ചെന്ന് ആലോചിച്ചോ. ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് പറയാം. ശരി, പോട്ടോ. എല്ലാവരുടെ മുഖഭാവം കണ്ട ഞാൻ എന്തോ അരുതാത്തത് പറഞ്ഞ പോലെ ആണല്ലോ. മൂത്തോ നിൽക്കുമ്പോ ഇളയത് ഒളിച്ചോടി പോന്നില്ലേ? ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. നല്ലൊരു ആലോചന വന്നു, ഞാനതങ്ങ് പറഞ്ഞു. എന്റെ പൊന്നപ്പച്ചി, അച്ഛനോടും അമ്മയോടും ഞാൻ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. നല്ല ആലോചന ആണെങ്കിൽ അവരോട് വരാൻ പറ, നമുക്ക് നടത്താലോ. നീ എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. പിന്നെ ഇവക്കൊട്ടും താല്പര്യവുമില്ല. നിനക്കിത് എന്തിന്റെ കേടാ നിമിഷ? മര്യാദക്ക് നേരത്തിനും കാലത്തിനും കെട്ടി പോവാൻ നോക്കിട്ടാ. എന്റെ കല്യാണം നടക്കുന്ന കാര്യം ഏകദേശം തീരുമാനമായി.
അവസാനം ചേച്ചി എന്റെ ജീവിതം തൊലച്ചു എന്ന് പറഞ്ഞിട്ട് വരരുത്. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയണത്? ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ചേച്ചിയുടെ കല്യാണം ആവാതെ എനിക്കൊരു ജീവിതമല്ല. പിന്നെ ആ വില്ലേജ് ഓഫീസറാ ആർക്കാന്ന് വെച്ചാൽ കെട്ടിച്ചു കൊടുക്ക്. എന്റെ കൊച്ചേ, ജീവിതമാണ് പറയാനൊക്കെ എളുപ്പമാണ്, ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വളർത്താൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്തിനാ ഈ വാശി കാണിക്കുന്നത്? അപ്പച്ചി ഒരു കാര്യം ചെയ്യാം, അവരോട് വരാൻ പറ. ഇവള് കെട്ടിക്കോളും നല്ലതാണെങ്കിൽ. നീ വിഷമിക്കാതെ മോളെ, നിനക്കൊരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു ബേക്കറി നടക്കുന്ന ആളാ. ഇച്ചിരി കറപ്പാ, പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇച്ചിരി പ്രായമുണ്ട്, 40 വയസ്സുണ്ട്. കറുത്തിട്ടാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? തൽക്കാലം എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് നിമിഷയുടെ കാര്യം നോക്കാം. പിന്നെ അവള് കെട്ടിപ്പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയോട് ഒറ്റയ്ക്കാവില്ലേ? അപ്പൊ അവര് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഞാൻ നിന്നോളാം. ഓക്കെ അല്ലേ? ഡി സമ്മതിക്കാം അങ്ങോട്ട്. സമ്മതല്ല. നീ പൊടി. ഒന്നാമതേ ചേട്ടൻ പിള്ളേരെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുക. ആ ബേക്കറിക്കാരൻ കറുപ്പായ കൊണ്ടല്ലേ അവർക്ക് ഇഷ്ടപ്പെടാത്തത്. എന്തെങ്കിലും കുറവുള്ളവരെ അവൾക്ക് കിട്ടത്തുള്ളൂ. ആദ്യം അവളത് മനസ്സിലാക്കണം. അവൾ അങ്ങനൊന്നും കരുതി പറഞ്ഞതല്ല ഗീതേ. ആ അഹങ്കാരം. പണ്ടേ എന്റെ മോനെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോഴേ ഇവിടെ എന്താ പറഞ്ഞത്? അവന് പഠിപ്പില്ല, അവന് സൗന്ദര്യമില്ല, അവനെ കൊള്ളത്തില്ല. ഇപ്പൊ വരും അവളെ കെട്ടാന്. ഈ പഴയ കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞിട്ടുന്ന കാര്യമാണ്. അല്ലേ തന്നെ ഇപ്പൊ ആ കള്ളുകുടീനെ കെട്ടിയിരുന്നെങ്കിൽ എന്റെ ചേച്ചി ഇപ്പൊ കിടന്ന് അറിയിച്ചേനെ. നിന്റെ ചേച്ചിയെ കെട്ടാനേ ഗന്ധർവൻ വരും. എന്തൊക്കെ പറയും? ഗീത കൂടെ ഉള്ളതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇവരെ കണ്ടുപിടിക്കാനേ ഞാനാ ബുദ്ധിമുട്ടിയത്. അയ്യോ, അതെന്ത് പറ്റി? ഇവരോട് ഞാൻ ദേവീക്ഷേത്രത്തിന്റെ അവിടെ നിൽക്കാനാ പറഞ്ഞത്. അന്നേരം ഇവര് നേരെ ശിവക്ഷേത്രത്തിന്റെ അവിടെ ചെന്ന്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അവിടെ ചെന്നപ്പോഴോ അവർ ഇവിടെ വന്ന്. അപ്പോ നാടൊക്കെ മൊത്തം ഒന്ന് കറങ്ങിയല്ലേ? എങ്ങനെയാ ഞങ്ങളുടെ നാടൊക്കെ എങ്ങനെയുണ്ട്? അതെ, അവര് നാട് കാണാനല്ല വന്നത്, അവര് പെണ്ണിനെ കാണാനാ വന്നത്. ആദ്യം ഒരു പെണ്ണിനെ കാണട്ടെ. ആ, മോൻ ഏത് വില്ലേജിലാണ്? ഞാൻ ചിറങ്കീഴ. ആഹാ, ജോലി കിട്ടിയിട്ട് 2 വർഷമായി. ആ, ഞങ്ങൾക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല. ഞാൻ മോക്കും ജോലിക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം, പഠിക്കണമെങ്കിൽ പഠിക്കാം. വീട്ടില് ആരൊക്കെ ഉണ്ട്? ഞാനും അമ്മയും ഒരു അനിയത്തിയുണ്ട്, കല്യാണം കഴിഞ്ഞ വിശാഖപട്ടണത്താ. ആ, ഇവിടെ ഞാനും ഭാര്യയും 2 പെൺമക്കളുണ്ട്. പിള്ളേർക്കൊക്കെ ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. മൂത്തവൾ നിഷ, അവള് ഇവിടെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിൽ തുണിക്കട, അവിടെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാണ്. രണ്ടാമത്തവൾ നിമിഷ, അവളൊരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. അതെ, ഞാൻ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവര് പെണ്ണിനെ വിളിക്കും, അവര് പെണ്ണിനെ കാണട്ടെ. ആ. എന്നാ പിന്നെ ഞാൻ വിളിച്ചോണ്ട് വരാം. നിന്റെ മുഖം എന്താടി മൂന്നിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്നെ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ ഇതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ? വേണ്ടായിരുന്നു. എല്ലാം എടുത്താ? എന്നാ വാ പോവാ. എന്ത്? എനിക്കിതൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ ഒരു ചമ്മൽ പോലെ തോന്നുന്നമ്മ. എടി, നല്ല ചെക്കനും അതുപോലെ നല്ലൊരു അമ്മയും. ആണോ? എന്നെ പിന്നെ അമ്മ കെട്ടിക്കോ? അനാവശ്യം പറയരുത് കേട്ടാ. വന്നേ അങ്ങോട്ട്. ചെല്ലേ. എന്നാ ചേച്ചിയും കൂടെ. ഞാനില്ല, ഞാൻ തന്നെ വെറുതെ അവിടെ ഒരു ദുശകുനം പോലെ വന്നിക്കണ്. അതൊന്നും പറ്റൂല. ചേച്ചിയും കൂടെ വന്നോ. ഇന്ന് പോയായിരുന്നു, എടുത്തോട്ട് പോയേ. അമ്മേ ചെല്ലേ. വന്നേ അങ്ങോട്ട്. നീ ചായ എടുക്ക, ഞാൻ ആ പലഹാരം എടുക്കാം. വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞോളാം. കൊണ്ട് പോകും. ഓഹ്, എന്റെ ദൈവമേ, നടക്ക അങ്ങോട്ട്. ചിരിക്കടി. PG എവിടെയാ ചെയ്തേ? പ്രൈവറ്റ് ആയിട്ടാ ചെയ്തത്.
അവിടെ തന്നെ ജോലിയും ചെയ്യുന്നത്. മോൾക്ക് ടീച്ചറാകാനായിരുന്നു ആഗ്രഹം. PSC എഴുതിയിട്ടുണ്ടോ? എഴുതുന്നുണ്ട്. വിവേകേ PSC എഴുതിയ കിട്ടിയത്, അതാ അങ്ങനെ ചോദിക്കുന്നത്. മൂത്താൾ എന്ത് ചെയ്യുക? മൂത്തയാൾ ഇവിടെ ഉണ്ട്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നേരത്തെ പറഞ്ഞില്ലേ ജോലി ചെയ്യുക. ഇപ്പം ഇവിടെ ഉണ്ട്. നിഷേ നിഷേ എടാ വിവേക്, നീയോ? താനെന്നിവിടെ? ഇതെന്റെ വീടല്ലേ, എന്റെ അനിയത്തിയത്. അത് ശരി, അത് സർപ്രൈസ് ആയല്ലോ. യെസ്. നിങ്ങൾ തമ്മിലും പരിചയമുണ്ടോ? ഞങ്ങള് +2 ഡിഗ്രി ഒരുമിച്ച് പഠിച്ചതാണ്. നമ്മള് ലാസ്റ്റ് ഹസീനയുടെ കല്യാണത്തിനെ കണ്ടേ തോന്നുന്നു അല്ലേ? കണ്ടത് 4 വർഷമായില്ലേ? ആ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അല്ല, ഹസ്ബൻഡും മക്കളും ഒക്കെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താ? എന്റെ നിറം തന്നെ പ്രശ്നം. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടോ മോളെ? ഈ കാലത്ത് നല്ല എല്ലാ കാലത്തും ഇതൊക്കെ പ്രശ്നമാണ്ടി. വലിയ പുരോഗമനൊക്കെ പ്രസംഗിക്കുന്നേ ഉള്ളൂ, എല്ലാവർക്കും ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ അനിയത്തിന് ഇഷ്ടമായോ? ആ ചിരി കണ്ടാൽ അറിയത്തില്ലേ ഇഷ്ടമായെന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും അങ്ങോട്ട് മാറിയാലോ? അവർ രണ്ടുപേരും എന്തെങ്കിലും സംസാരിക്കട്ടെ. അയ്യോ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും മാറണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം. ചെല്ലി. നിമിഷ പേരുപോലെ തന്നെ സുന്ദരിയാണ്. ആര് കണ്ടാലും ഒരു ഇഷ്ടമൊക്കെ തോന്നും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആർക്കും ഇഷ്ടപ്പെടാത്ത തൻ്റെ ചേച്ചിയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? ഇതൊരിക്കലും പഴയൊരു സഹപാഠിയോട് തോന്നുന്ന ഒരു സഹതാപമൊന്നുമല്ല. അയാളെ പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ട് എനിക്കറിയാലോ, അതൊരു പാവമാണ്. അങ്ങനെ പാവമായിട്ടുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിലോട്ട് ക്ഷണിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവുള്ളൂ. എനിക്ക് തൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. അപ്പൊ ദുബായ് പോകുന്ന പറഞ്ഞിട്ട് അതൊക്കെ ക്യാൻസലാക്കി. ശരി, എന്തായാലും അവളുടെ കാര്യം സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഭാഗ്യമായി. നല്ല അതെ, നല്ല ചെക്കനാ. അതേ വരുന്നു. എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞാ? ചേച്ചി കല്യാണം കഴിക്കാനാണ് വിവേകിന് ഇഷ്ടം. എന്തോടി പറയുന്നത്? അതെ അമ്മേ, ചേച്ചി പോലെ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിവേകിന്റെ ലൈഫ് അത്രയും ഹാപ്പി ആവുന്ന വിവേക് പറഞ്ഞേ. അതെ അമ്മേ, ചേച്ചി ഒരു പാവമാണെന്നും ചേച്ചി പോലെ ഒരാളെ കല്യാണം കഴിച്ചാൽ ലൈഫ് സെറ്റ് ആവുന്ന പറഞ്ഞ വിവേക്. എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ നിങ്ങൾ നേരത്തെ കോളേജിൽ വെച്ച പ്രേമത്തിലായിരുന്നു? ഞങ്ങൾ പ്രേമിച്ചിട്ടൊന്നുമില്ല, നല്ല സുഹൃത്തുക്കളായിരുന്നു. തുടർന്നും എൻ്റെ ജീവിതത്തിൽ ആ സുഹൃത്ബന്ധം വേണമെന്ന് എനിക്ക് തോന്നി, അത്രയേ ഉള്ളൂ. വിവേകം, എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള സിമ്പതി കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത് വേണ്ട കേട്ടോ. എടോ, ഒരു പക്ഷെ തന്നെ കാണാൻ വരുന്നവരൊക്കെ വേണ്ടെന്ന് പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. വിവേകിൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. മകന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, പിന്നെ സൗന്ദര്യവും പണത്തിലൊന്നും അല്ലല്ലോ കാര്യം. മുഖത്തിലുള്ള സൗന്ദര്യത്തെക്കായിട്ടും മനസ്സിന്റെ സൗന്ദര്യമല്ലേ ഏറ്റവും വലുത്, അല്ലേ മോനെ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ. മോൻ ചെയ്തത് ഒരു പുണ്യകർമ്മമാണ്.
അയ്യോ അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പുണ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. പിന്നെ പണ്ടുള്ളവർ പറയും പോലെ നല്ല വെളുത്ത പെണ്ണിനെ കിട്ടിയ ഭാഗ്യമുള്ളവനായിട്ടും കറുത്ത പെണ്ണിനെ കിട്ടിയ മനസ്സിൽ കറുപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നത് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ വെളുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഓരോന്നും ചെയ്യുന്നത്. എന്താവശ്യത്തിനാണ് ഇതൊക്കെ? ദൈവം നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോഴേ ഓരോന്ന് എഴുതിയാണ് വിടുന്നത്. അതിനിപ്പോൾ വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും അതൊക്കെ അനുഭവിച്ചിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അല്ലേ ചേച്ചി? എന്നോടാണോ? ആ മോന് ഇതിപ്പോ പറയാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ കെട്ടാചരക്കായിട്ട് നിന്നു പോയിരുന്നു അല്ലേ അപ്പച്ചി? ഈ നിറം നോക്കി ആളുകളെ സ്നേഹിക്കാനും വിലയിരുത്താനും ഒക്കെ ഉള്ള നമ്മളെ ചിന്താഗതിയാണ് ആദ്യം മാറേണ്ടത്. അപ്പച്ചി കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചില്ലേ നിന്റെ ചേച്ചിയെ കേട്ടാൻ ഗന്ധർവൻ വരുമെന്ന്? ഞാൻ വന്നത് കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി എന്ന് സംസാരിച്ചു. ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുള്ളത് കല്യാണത്തിന് ശേഷമാണ് അല്ലേടോ?